വയനാട് മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ വനവാസി നേതാവ് എം ഗീതാനന്ദനടക്കം 4 പ്രതികൾക്ക് 5 വർഷം തടവ് ശിക്ഷ, 10,000 രൂപ പിഴ അടയ്ക്കാനും കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, നേരത്തെ വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ ഈ അബ്ദുൾ സലാമിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ സംഭവത്തിലാണിപ്പോൾ വനവാസി നേതാവ് കൂടിയായിട്ടുള്ള ഗീതാനന്ദനടക്കം 4 പ്രതികൾക്ക് ഇപ്പോൾ തടവ് ശിക്ഷയടക്കം കോടതി വിധിച്ചിരിക്കുന്നത്. വിധിയുടെ മറ്റ് വിശദാംശങ്ങൾ കൂടി. KP ആ മുത്തങ്ങ സമര സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അതായത് അബ്ദുൾ സലാം എന്ന പോലീസുകാരനെ അന്ന് വനത്തിനുള്ളിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ നിലവിൽ 4 പ്രതികളാണ് ഉള്ളത്. അതിൽ തന്നെ എം ഗീതാനന്ദൻ അടക്കമുള്ളവർ ആ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 പ്രതികൾക്കുമായി 5 വർഷം വീതം തടവ് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് 19 കുറ്റങ്ങളിലായിട്ടാണ് ഈ 5 വർഷം. വ്യത്യസ്ത കുറ്റങ്ങൾ ഉണ്ട്. ഈ എല്ലാ കുറ്റങ്ങളിലും കൂടി ഒരുമിച്ച് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് 5 വർഷം കഠിന തടവ് അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10,000 രൂപ പിഴ നൽകണം എന്നും പറയുന്നുണ്ട് കോടതി. നിലവിൽ നേരത്തെ വിനോദ് എന്ന പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഈ സമയത്തു തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമായിരുന്നു അബ്ദുൾ സലാം എന്ന പോലീസുകാരന് പരിക്കേറ്റ നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തിയ ഒരു സംഭവം. ആ സംഭവത്തിലും പോലീസ് അന്ന് കേസെടുത്തിരുന്നു. ഇതിന്റെ അന്വേഷണവും അതിന്റെ തുടർച്ചയായി തന്നെ നടന്നിരുന്നു. ആ സംഭവത്തിലും ഇപ്പോൾ ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ആ ശിക്ഷയാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് 5 വർഷം കഠിന തടവ് എന്നുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കും എന്നാണ് വനവാസികൾ പറയുന്നത്. വനവാസി നേതാവും അവരുടെ അഭിഭാഷകൻ അടക്കം പറയുന്നത് മേൽക്കോടതിയെ സമീപിക്കും എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളും ചെയ്യും എന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. എന്തായാലും വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട സാഹചര്യത്തിൽ മറ്റൊരു കേസിൽ 5 വർഷം തടവ് ശിക്ഷ 4 പേർക്ക് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അത് 5 വർഷം മാത്രമായി കുറഞ്ഞ ഒരു വർഷം മാത്രമാണ് ഉള്ളത്. കാരണം വ്യത്യസ്തമായ കുറ്റകൃത്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾ എല്ലാം തന്നെ കാരണം ഇവർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്, സാമൂഹ്യ മേഖലയിൽ ഇടപെടുന്ന ആളുകളാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എം ഗീതാനന്ദൻ അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 5 വർഷമായി കുറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 5 വർഷമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണവും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഈ മറ്റൊരു കേസിൽ, അതായത് വിനോദിനെ കൊല്ലപ്പെട്ട കേസിൽ എല്ലാവരും വെറുതെ വിട്ടെങ്കിലും മറ്റൊരു കേസിൽ ഈ സമാന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന അബ്ദുൾ സലാം എന്ന പോലീസുകാരനെ പരിക്കേറ്റ സംഭവത്തിൽ 5 വർഷം കഠിന തടവ് 4 പേർക്കായി വിധിച്ചിരിക്കുന്നു എന്നുള്ള മറ്റൊരു ശിക്ഷ കൂടി കോടതി വിധിച്ചിരിക്കുന്നു. വിനോദ്, ശരി. വയനാട്ടിൽ നിന്നും ശിവദാസ് കർമ്മനമാണ് വിവരങ്ങൾ നൽകിയത്.